ജനങ്ങളുടെ മേൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ച E20 പെട്രോൾ നയം. ഇന്ന് രാജ്യത്തെ ഭൂരിഭാഗം പമ്പുകളിലും E20 പെട്രോളാണ് ഉപയോഗിക്കുന്നത്. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു, എഞ്ചിൻ തകരാറിലാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും പ്രീമിയം പെട്രോൾ വാങ്ങാൻ രാജ്യത്തെ ഉപഭോക്താക്കൾ നിർബന്ധിതരാകുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് E20 പെട്രോൾ മൂലം തങ്ങളുടെ വാഹനങ്ങൾക്കുണ്ടായതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. E20 പെട്രോള് നമ്മൾ ഈ വാഹനങ്ങൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കാർബറ്റൊക്കെ ഫംഗസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ കാർബറ്റ് പണ്ടൊക്കെ നീഡിൽ നമുക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് കാർബറ്റിന്റെ നീഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ട് നീഡിൽ ഇല്ലയെന്ന് പറയും. കാരണം സ്പെയർ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞങ്ങളൊക്കെ 2-3 വണ്ടിക്കാണ് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ അത് കഴിഞ്ഞിട്ട് കാർബറ്റ് മാറിയാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ വർഷപ്പെട്ടിക്കുകയാണ്, അമ്പലത്തിൽ സന്ദർഭത്തിൻ്റെ അടുത്ത് വർഷപ്പെട്ടിക്കുകയാണ്, 28 വർഷം കൂട്ടി വർഷപ്പെട്ടിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ അടുത്തിപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി അറിയില്ല, നിങ്ങൾ പണി ചെയ്യുന്നത് കംപ്ലൈൻ്റ് ആണ് എന്നാണ്. സംഭവം ഇത് E20 പെട്രോളാണ്. കാരണം 10 വർഷത്തിന് മുമ്പ് ഈ കംപ്ലൈൻറ്റ് ഇല്ല. എഞ്ചിന് കാർബൺ കൂടുന്നുണ്ട്, എഞ്ചിനകത്ത് കാർബൺ കൂടുന്നുണ്ട്. പിന്നെ പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഫംഗസ് പിടിക്കുന്നതാണ്. ഫുൾ ടാങ്ക് ഞാൻ അടിച്ചിട്ട് 510 കിലോമീറ്ററാണ് ഓടിക്കുക. ഇപ്പോൾ ഏകദേശം 39 കിലോമീറ്റർ അടുപ്പിച്ചതിനകത്ത് ഡീസൽ കയറി. സാധാരണ ഇത് കയറേണ്ടത് ഒരു 34 അല്ലെങ്കിൽ ഒരു 35-നകത്താണ് കയറാനുള്ളത്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ലിറ്ററിനകത്ത് 4 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ വേരിയേഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പെട്രോളിനകത്ത് ഇപ്പോൾ എൻ്റെ സുഹൃത്തും പറയുന്നുണ്ട് അവൻ ഏകദേശം ഒരു 14-15 മൈലേജിനകത്തേ കിട്ടുന്നുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ അടിച്ചാലേ കറക്റ്റ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ സിറ്റിയിൽ കുറച്ച് തിരക്കുണ്ട്. ഇതിനി അടുത്ത പ്രാവശ്യം കൂടെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം പൈസ കൂടാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഈ മൈലേജും പ്രശ്നമല്ല, പൈസ കിട്ടത്തില്ല. അപ്പോൾ ഈ പൈസ നമുക്ക് ആ ഒരു പെട്രോൾ കുറവാകുമ്പോഴും നമുക്ക് അതിനെ ബാക്കപ്പ് ചെയ്യാൻ നടക്കും. പക്ഷേ അത് മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. ആ പെട്രോൾ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് അതിന് ബോധ്യമല്ല. ചില വണ്ടികൾക്കൊന്നും അത് കിട്ടത്തില്ല. അത് ആ ഒരു ഇതുണ്ട്, അത് സംശയമാണെങ്കിൽ ഉള്ളത്. സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. പഞ്ചാര മാത്രമല്ല, കംപ്ലീറ്റ് ആയിരിക്കും എല്ലാം അതിന് വില കൂടുതൽ. E20 പെട്രോളിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളാണ് നമ്മളെല്ലാം കേൾക്കുന്നത്. അതിനെപ്പറ്റി E20 ഇറങ്ങിയതിൻ്റെ പേരിൽ വലിയ സമരവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇന്നും പ്രശ്നം തീർന്നിട്ടില്ല. അത് നല്ലതെന്ന് പറയുന്നതുകൊണ്ട്, പക്ഷേ ഗവൺമെൻറ് പറയുന്നു നല്ലതാണെന്ന്. പക്ഷേ മറ്റുള്ള പറയുന്നത് അത് യൂസ് ചെയ്താൽ വണ്ടിക്ക് പ്രോബ്ലമാണ്, പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഫൈനലായിട്ടൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എങ്കിലും അത് സപ്ലൈ ചെയ്യുന്നുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. E20 പെട്രോളാണോ പ്യുവർ പെട്രോളാണോ അടിക്കുന്നതെന്ന് നമുക്കൊരു അറിവില്ല. വരുന്നു, അടിക്കുന്നു, പോകുന്നു. പക്ഷേ അതൊരു ആൾക്കാരെ ഒരു ചതി ചെയ്യുന്നതിന് തുല്യമാണ്. E20 വാഹനങ്ങൾ ഇന്ന് പെട്രോൾ പമ്പുകളിൽ കിട്ടുന്ന മിക്കവാറും പെട്രോളായാൽ E20 ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ Euro 3-4 വാഹനങ്ങൾക്ക് പിന്നെ അവർ പറയുന്നത് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഇന്ധനമല്ല വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുന്നുള്ളതായിട്ടാണ് റിപ്പോർട്ട്.